Good afternoon. Okay. Good afternoon. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംബുലൻസിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ രണ്ടെണ്ണല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. ഫസ്റ്റത്തെ രണ്ടെണ്ണം പറഞ്ഞത് 2-way റേഡിയോ, പിന്നെ മൊബൈൽ ഡേറ്റ ടെർമിനലും. ഇവിടെ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എക്യുപ്മെന്റ്സ്. അപ്പോ ആംബുലൻസിൽ നേരിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ പുറമെ എക്സ്ട്രാ എക്യുപ്മെന്റ്സുകളും ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന് കുറച്ചും കൂടി കെയർ കൊടുക്കാനും ഇൻഫർമേഷൻ മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എക്യുപ്മെന്റ്സുകൾ, എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് 2-way റേഡിയോ ആണ്. 2-way റേഡിയോ എന്തിനാ? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈവേഴ്സും ആംബുലൻസിലുള്ള ഡ്രൈവറിനും ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്കും തമ്മിൽ എന്തെങ്കിലും മെസ്സേജുകൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. ഇത് മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ടാമത്തെയാണ് മൊബൈൽ ഡേറ്റ ടെർമിനൽ വരുന്നത്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നേരെ അതിന്റെ ലൈവ് ആയിട്ടുള്ള വിഷ്വൽസുകൾ അവർക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും. അപ്പൊ ആംബുലൻസിൽ ഉള്ള ഡ്രൈവേഴ്സ്, സ്റ്റാഫുകൾ, എന്തൊക്കെ ക്രൂസ്, ആംബുലൻസിലെ ക്രൂസ് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് അപ്പൊ നേരെ വിഷ്വൽസുകൾ കണ്ടിട്ട് തന്നെ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ടും ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്, നഴ്സിനൊക്കെ ആണെങ്കിലും ഡ്രൈവേഴ്സിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് രണ്ടും നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയാണ് എവിഡൻസ് ഗ്യാതറിംഗ് CCTV എന്ന് പറയുന്നത്. CCTV വെച്ചിട്ടുണ്ട്. എവിഡൻസ് ഗ്യാതറിംഗ് CCTV. Some ambulances are now being equipped with video cameras which are used to record activity either inside or outside the vehicle. അപ്പോ വാഹനത്തിന്റെ, ആംബുലൻസിന്റെ ഉള്ളിൽ നടക്കുന്നതും അതുപോലെ പുറത്തുള്ള കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ക്യാമറകൾ, CCTV-കൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, they may also be titled with a സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റി. അപ്പൊ അതുകൂടാതെ എന്താ, അതിന്റെ കൂട്ടത്തില് സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോ CCTV ക്യാമറകൾക്കൊപ്പം സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റീസും ഉണ്ട്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നോക്കിയേ. ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഫ്രം വയലൻസ് എഗൻസ്റ്റ് ആംബുലൻസ് ക്രൂസ്. ആംബുലൻസ് ക്രൂസിന് എതിരായിട്ടുള്ള എന്തെങ്കിലും അക്രമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എന്നുള്ള നിലയിൽ ഈ CCTV ക്യാമറകൾ ഉപയോഗിക്കാം. Okay, it can be used as a protective measures from violence against ambulance crews. Violence എന്ന് പറഞ്ഞാൽ അക്രമം. ആംബുലൻസ് ക്രൂസിൽ, ആംബുലൻസിലെ ജോലിക്കാർക്ക് എതിരെയുള്ള എന്തെങ്കിലും അക്രമങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുകയാണെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എന്നുള്ള നിലയിൽ ഈ CCTV ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില കേസിൽ നോക്കിയേ, ഓർ ഇൻ സം കേസസ് ടു മാനിഫെസ്റ്റ് or refute cases where a member of the crew stands accused of wrongdoing. എന്നാൽ ഇനി ചില കേസുകളിൽ അതിനകത്ത് മാനിഫെസ്റ്റ് എന്ന് വെച്ചാൽ പ്രകടമായ മാനിഫെസ്റ്റ്. റെഫ്യൂട്ട് എന്ന് വെച്ചാൽ നിഷേധിക്കുക, റെഫ്യൂസ് ചെയ്യുക എന്നുള്ള മീനിങ്. റെഫ്യൂട്ട് നിഷേധിക്കുക. അക്യൂസ്ഡ് എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക. അക്യൂസ്ഡ് ഓഫ് റോങ് ഡൂയിങ്. എന്നാൽ ചില കേസുകളിൽ ഈ ആംബുലൻസിലെ ക്രൂസിന് എതിരായിട്ട് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അപ്പൊ അവർക്ക് അത് നിരസിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ എന്താ പറയുക, നേരെ എല്ലാ വിഷ്വൽസുകളും അവിടെ ക്യാമറയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ അവരോട് എന്തെങ്കിലും അവർക്കിടെ ആംബുലൻസിലെ ജോലിക്കാർക്ക് എതിരെ എന്തെങ്കിലും കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് അതിനെതിരായിട്ട് അവർക്ക് അവർക്ക് ആ CCTV-യിൽ ഫുൾ എവിഡൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് അവർക്കുടെ നിരപരാധിത്വം തെളിയിക്കാനും ഒക്കെ ഈ CCTV ക്യാമറകൾ ഉപയോഗിക്കാം. ഇപ്പൊ പേഷ്യൻസിനെ കൊണ്ട് പോകുമ്പോഴാണെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്കുടെ റിലേറ്റീവ്സിന് വേണമെങ്കിലും എന്താ നിങ്ങൾ ശ്രദ്ധിക്കാതിട്ടാണ്, ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ഇതാണെങ്കിലും ആംബുലൻസിലെ ക്രൂസിന് എതിരായിട്ട് എന്തെങ്കിലും
കുറ്റം എന്തെങ്കിലും ആരോപിക്കപ്പെടുകയാണെങ്കിൽ അപ്പൊ അത് തെളിയിക്കാൻ അപ്പൊ അവർക്ക് പറയാലോ, നിങ്ങൾ CCTV നോക്കുക അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ അവർക്കുടെ കുറ്റത്തിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ CCTV ക്യാമറകൾ ഉപയോഗിക്കാം. റെഫ്യൂട്ട് എന്ന് വെച്ചാൽ നിഷേധിക്കുക. റെഫ്യൂട്ട്, REFUT. ഓക്കെ, അതാണ് CCTVയുടെ പറയുന്നത്. അപ്പൊ ആംബുലൻസിന്റെ ഉള്ളിലും പുറത്തും നടക്കുന്ന കാര്യങ്ങള് അത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് CCTV ക്യാമറകൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റി കൂടി അതിന്റെ ഒപ്പം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ആംബുലൻസിലെ ക്രൂസിനെതിരായിട്ട് എന്തെങ്കിലും അക്രമങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എന്നുള്ള നിലയിൽ CCTV ക്യാമറകൾ ഉപയോഗിക്കാം. എന്നാൽ ചില കേസുകളിൽ ഇതുപോലെ ആംബുലൻസ് ജീവനക്കാർക്ക് എതിരെ എന്തെങ്കിലും കുറ്റം ആരോപിക്കപ്പെടുകയാണെങ്കിൽ അവർക്കത് ആ CCTVയുടെ സഹായത്തോടു കൂടി കുറ്റം നിഷേധിക്കുവാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയിക്കാനൊക്കെ ആയിട്ടും ഈ ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് 4th വൺ എന്ന് പറഞ്ഞാൽ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ആയിട്ടുള്ളത്, ചെരിഞ്ഞ ഇത്. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. Ambulance can be equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. നമുക്ക് പേഷ്യൻസിനെ എടുത്ത് നേരെ ഉയർത്താതെ നമുക്ക് ആ റാമ്പിൽ കൂടെ സിമ്പിൾ ആയിട്ട് ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടൊരു ഫെസിലിറ്റിയാണ് റാമ്പുകൾ അല്ലെങ്കിൽ ടെയിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞത്. എടുത്ത് പൊക്കി കയറ്റാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് അവരെ ആ ലിഫ്റ്റിൽ കൂടെ, ടെയിൽ ലിഫ്റ്റിൽ കൂടെ അല്ലെങ്കിൽ റാമ്പിൽ കൂടെ അവരെ പതുക്കെ ഒന്ന് തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റും. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ലോഡിങ് എ പേഷ്യന്റ് without having to take up any lifting. Okay, this is particularly important where the patient is obese. Obese എന്ന് വെച്ചാൽ പൊണ്ണത്തടി, അമിതവണ്ണം. obese, OBESE, അമിതവണ്ണം. or specially care transport that need large huge equipments such as neonatal incubator. Neonatal incubator എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ ഈ മാസം തികയാതെയൊക്കെ പ്രസവിക്കുന്ന കുട്ടികളില്ലേ, അപ്പൊ അവർക്കൊക്കെ നമ്മൾ അവരുടെ വളർച്ച എത്തുന്നവരേക്ക് ഇൻക്യുബേറ്ററിൽ ഇടണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഹൃദയത്തിനൊക്കെ എന്തെങ്കിലും നോർമൽ കുട്ടികളുടെ അത്രയും എത്താത്തൊക്കെ പ്രീമച്ചറാവാത്ത കുട്ടികൾക്കൊക്കെ സുരക്ഷിതമായിട്ട് ഇടുന്ന ആ ഒരു ഇതാണ് ഇൻക്യുബേറ്റർ. നിയോനേറ്റൽ ഇൻക്യുബേറ്റർ ഓർ ഹോസ്പിറ്റൽ ബെഡ്സ്. ഇങ്ങനെയുള്ള ലാർജ് എക്യുപ്മെന്റ്സ് ഫെസിലിറ്റീസ് ഒക്കെ വേണ്ട ട്രാൻസ്പോർട്ടുകളിലും ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, there may also be equipped connected with to this such as a winches. Winches എന്ന് വെച്ചാൽ അതിന്റെ പടി എന്നുള്ള മീനിങ് ആണ്, യന്ത്രപ്പടി. which are formed to pull weightly patient into the vehicles. അപ്പൊ വാഹനത്തിലേക്ക്, അപ്പൊ ഇത് ഏതുമായിട്ട് വിൻചസുമായിട്ട് കണക്ട് ചെയ്യും. ആ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ആ പടിയിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് അപ്പൊ അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ നല്ല വെയിറ്റ് ഉള്ളതോ അധികം വണ്ണമുള്ളവരെയൊക്കെ നമുക്ക് പൊക്കി കയറ്റാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ അമിത വണ്ണമുള്ള പേഷ്യൻസിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ആ റാമ്പ് ആ വിഞ്ചസിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് പതുക്കെ ഒന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവര് ആംബുലൻസിലേക്ക് അവർക്ക് ആ സീറ്റിലേക്ക് നേരെ കയറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉപയോഗിക്കുന്നത് അമിത വണ്ണമുള്ള പേഷ്യൻസിന്. പിന്നെ അതുപോലെ തന്നെ ചില ഇതിനകത്തൊക്കെ നമുക്ക് എടുത്ത് പൊക്കി കയറ്റാൻ പറ്റാത്ത കൂടുതൽ കെയർ കൊടുക്കുന്നതൊക്കെ ഇല്ലേ, ഇപ്പൊ കൈ ഫ്രാക്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒടിവൊക്കെ സംഭവിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോരുത്തരും വന്ന് എടുത്ത് പൊക്കി ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റാത്ത അത്രയും എമർജൻസി കേസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിലും നമുക്ക് ഈ ചെയിൻ ലിഫ്റ്റ് റാമ്പ് ഉപയോഗിക്കാം. അപ്പൊ അവരെ ശരീരം ഒട്ടും അനങ്ങാത്ത രീതിയിൽ നമുക്ക് ആ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഈ ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉപയോഗിച്ചിട്ട്. നോക്കിയേ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ നോക്കിയേ. ഒരു പേഷ്യന്റിനെ ലിഫ്റ്റ് ചെയ്യാതെ എടുത്ത് പൊക്കാതെ തന്നെ കയറ്റാനുള്ള ഒരു സൗകര്യമാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ അത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇത് നമ്മൾ 2 കേസുകളാ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ അമിത വണ്ണമുള്ള
പേഷ്യൻസിനെ എടുത്തു പൊക്കി കയറ്റാൻ പറ്റൂല്ലോ. ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ ഈസി ആയിട്ട് ആംബുലൻസിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പുകൾ ഉപയോഗിക്കുന്നു. അതുകൂടാതെ സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ട്രാൻസ്പോർട്സുകളില് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത് സച്ചാസ് നിയോണേറ്റൽ ഇൻക്യുബേറ്റർ ഹോസ്പിറ്റൽ ബെഡ്സ് അങ്ങനെ പ്രത്യേക കെയർ കൊടുക്കുന്ന ട്രാൻസ്പോർട്സുകളിലും ഈ ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉപയോഗിക്കുന്നു. ഇത് എന്ത് ചെയ്യുന്നു? ഇത് വിഞ്ചസിലേക്ക് കണക്ട് ചെയ്യും. This equipment is connected to this such as winches ആ യന്ത്രപ്പടിയിലേക്ക് ഇത് കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എന്താ, അപ്പൊ നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ നേരെ എന്ത് ചെയ്യാം, നമുക്കത് വെഹിക്കിൾസിന്റെ ഉള്ളിലേക്ക് നമുക്ക് പുള്ളി ചെയ്ത് അതിലേക്ക് പതുക്കെ ഒന്ന് തള്ളി കൊടുത്താൽ മതി, കയറ്റാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ പറയുന്നത് ട്രോമ ലൈറ്റിംഗ് ആണ്. ട്രോമ ലൈറ്റിംഗ്. Beside the normal working lighting, ambulance can be fitted with the special lighting, often blue or red, which is used when the patient become photosensitive. ഓക്കെ, ഫോട്ടോസെൻസിറ്റീവ് എന്ന് വെച്ചാൽ ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന്, ചില പേഷ്യൻസിനൊക്കെ നോർമൽ ലൈറ്റ് പറ്റില്ലാതെ വരും. അപ്പൊ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് നോർമൽ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റില്ല ആംബുലൻസിൽ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണ് ഈ ട്രോമ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുക സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആംബുലൻസിൽ ബ്ലൂ കളറിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ റെഡ്. സാധാരണ രണ്ട് എന്താ പറയുന്നത്, ബ്ലൂ ഓർ റെഡ് ആയിരിക്കും ട്രോമ ലൈറ്റിന്റെ കളർ. അപ്പൊ ആംബുലൻസിൽ ഇങ്ങനെ നീല നിറം ഫുള്ള് എന്താ സാധാരണ ലൈറ്റ് ആയിരിക്കില്ല, അതില് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ലൈറ്റ് ആണ് ഈ ട്രോമ ലൈറ്റ് എന്ന് പറയുന്നത്. അത് ഒന്നില്ലെങ്കിൽ ബ്ലൂ കളറിലോ അല്ലെങ്കിൽ റെഡ് കളറിലോ ആയിരിക്കും. അപ്പൊ ആംബുലൻസിന്റെ ലൈറ്റിന്റെ കളറാണ് ആ പറയുന്നത്. നോർമൽ ലൈറ്റിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ആംബുലൻസിന്റെ ഉള്ളിലുള്ള ലൈറ്റ് ആണ് കേട്ടോ. ആംബുലൻസിൽ പേഷ്യൻസിനെ കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യൂലേ, കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസിൽ ലൈറ്റ് ഇടൂലേ. അപ്പൊ അത് സാധാരണ ഈ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ളത്, ലൈറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നോർമൽ ലൈറ്റ് പറ്റില്ലാത്ത പേഷ്യൻസിനെ കൊണ്ടുപോകില്ലേ, ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ് ട്രോമ ലൈറ്റിംഗ്. അത് ഫുള്ള് നീലയാണെങ്കിൽ ആംബുലൻസിന്റെ ഉള്ളിൽ ഫുള്ള് നീല ഇതായിരിക്കും, നീല കളറായിരിക്കും, അങ്ങനെയുള്ളത് കേട്ടോ. അപ്പൊ ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിപ്പോ അതിനനുസരിച്ചുള്ള ലൈറ്റ് ഫെസിലിറ്റി നമുക്ക് കൊടുക്കേണ്ടി വരും. ചില പേഷ്യൻസിന് നോർമൽ ലൈറ്റ് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണ് ഈ ട്രോമ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എയർ കണ്ടീഷനിങ്. അതുപോലെയുള്ള മറ്റൊരു ഫെസിലിറ്റിയാണ് എയർ കണ്ടീഷനിങ്. വേണം ചില ഇതുപോലെ തന്നെ നല്ല കെയർ കൊടുത്ത് കൊണ്ടുപോകേണ്ടത് കേസുകൾ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ICUന്റെ ഒക്കെ ആ ഒരു ഇത് നമ്മള് അവിടെയൊക്കെ എയർ കണ്ടീഷൻ AC വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പൊ എല്ലാ ആംബുലൻസും ഇല്ല കേട്ടോ, AC ആംബുലൻസ് അല്ല എല്ലാരും. ചില ആംബുലൻസുകളിലൊക്കെ AC കണക്റ്റഡ് ആയിരിക്കും, എയർ കണ്ടീഷനിങ് ഉണ്ടായിരിക്കും. ആംബുലൻസ് ആർ ആക്ച്വലി equipped with a separate air conditioning system to the working area from that which serves the cab. This helps to keep a suitable temperature for any patients being treated, but may also have an extra feature such as filtering against airborne pathogens. എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞല്ലോ, എല്ലാ ആംബുലൻസിലും ഇല്ല. ചില സ്പെഷ്യൽ ആംബുലൻസുകൾ മാത്രമേ എയർ കണ്ടീഷനിങ് AC ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് ചില പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ AC തന്നെ കൊണ്ടുപോകേണ്ട വരും, AC ആംബുലൻസിൽ തന്നെ കൊണ്ടുപോകേണ്ട വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഇതില് അതേ സെയിം ടെമ്പറേച്ചർ തന്നെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. AC-യിലുള്ള ഈ ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് അവര് പുറമേ ഉള്ള ഇതുമായിട്ടൊന്നും സമ്പർക്കോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പൊ അത്ര ക്രിട്ടിക്കൽ ഇതിനകത്തായിരിക്കും. അപ്പൊ അതേ ടെമ്പറേച്ചർ തന്നെ, അവിടുത്തെ അതേ ടെമ്പറേച്ചർ തന്നെ നിലനിർത്താന് പേഷ്യൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ നിലനിർത്താൻ സഹായിക്കുന്നതാണ് AC എന്ന് പറയുന്നത്, എയർ കണ്ടീഷനിങ് സിസ്റ്റം. അത് ചില ആംബുലൻസുകളിലൊക്കെ ഉണ്ടാവും. അതിന്റെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കണേ, എന്താ, നമ്മുടെ എയർബോൺ പാത്തോജൻസ് ഇല്ലേ, എയറിൽ കൂടെ പകരുന്ന രോഗാണുക്കള്, അതൊക്കെ വരാതിരിക്കാനും ഒക്കെ സഹായിക്കും. AC പോയി കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഇതൊന്നും അകത്തേക്ക് വരില്ലല്ലോ. അങ്ങനെയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിൽറ്ററിങ്
എഗണസ്റ്റ് എയർബോൺ പാത്തോജൻസ്. എയർബോൺ പാത്തോജനെ ഫിൽറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ അരിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് കയറ്റാതെയൊക്കെ സഹായിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം ചില ആംബുലൻസുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡേറ്റ റെക്കോർഡ്സ്. ഡേറ്റ റെക്കോർഡ്സ്. ഡേറ്റ റെക്കോർഡ്സ്. ഓക്കെ. ഇതുപോലെ തന്നെ ചില ആംബുലൻസ്, ചില എന്നല്ല, ആംബുലൻസില് ഈ അവിടുത്തെ ക്രൂസിന് ഒരു ഡേറ്റ, അവരുടെ ഇപ്പൊ ഏതാ, എത്ര സമയം, എവിടെയൊക്കെ ആംബുലൻസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ആംബുലൻസ് എടുത്ത സമയം എപ്പോഴാണ്, എത്ര പേഷ്യൻസിനെ കൊണ്ടുപോയി, അതിൽ ഡെത്ത് പേഷ്യൻസ് എത്രയുണ്ട്, പിന്നെ അങ്ങനെയുള്ളത്, ഇന്നിപ്പോ മൊത്തം എത്ര ഇതുണ്ട് എന്നൊക്കെ ഉള്ളത്, അങ്ങനെ എവിടെയൊക്കെ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആംബുലൻസ് ക്രൂസിന് സൂക്ഷിക്കണം. അവർക്ക് അതിനായിട്ടുള്ള റെക്കോർഡ്സുകളൊക്കെ ആംബുലൻസ് ക്രൂസ്, ആംബുലൻസിലെ ജോലിക്കാര് സൂക്ഷിക്കണം. അതൊക്കെ കറക്റ്റ് ഒരു ഡേറ്റ റെക്കോർഡ്സ് ഉണ്ടാവും. അപ്പൊ ആംബുലൻസില് നമ്മൾ എന്താ പറഞ്ഞ, ഈ എത്ര ടൈമിൽ ആംബുലൻസ് എപ്പോ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ എവിടേക്കൊക്കെ പോയി, അതിൽ എത്ര പേഷ്യൻസ്, എമർജൻസി പേഷ്യൻസ് എത്ര പേഷ്യൻസിനെ കൊണ്ടുപോയി, ഡെത്ത് ആയിട്ടുള്ളവരെ എത്ര ഡെത്ത് ഇത് റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ഒരു ഡേറ്റ റെക്കോർഡ്സ് ആംബുലൻസ് ക്രൂസ് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ നോക്കിയേ, ദീസ് ആർ ഓഫൺ സെറ്റിംഗ് ആംബുലൻസ് ടു റെക്കോർഡ് സച്ച് ഡീറ്റെയിൽസ് സച്ച് ആസ് സ്പീഡ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ആംബുലൻസിൽ എന്ത് വേണം, ചില ഈ പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസ് ഉള്ള ഒരു റെക്കോർഡ് വേണം. ഏതൊക്കെയാണെങ്കിൽ സ്പീഡ്, ആംബുലൻസിന്റെ സ്പീഡ്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് പവർ ആൻഡ് ടൈം, ആക്ടിവേഷൻ ഓഫ് ആക്റ്റീവ് എമർജൻസി വാർണിംഗ് സച്ച് ആസ് ലൈറ്റ്, സൈറൻസ് ആൻഡ് സീറ്റ് ബെൽറ്റ് യൂസേജ്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഒരു റെക്കോർഡ് ഈ ആംബുലൻസിന്റെ ക്രൂസിന് ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് എമർജൻസി ആയിട്ട് നമുക്ക് അറിയാൻ പോകുന്നതാണ്. അപ്പൊ സ്പീഡൊക്കെ അത്രയും ഇതായിരിക്കണം. എല്ലാ ഈ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ചെക്ക് ചെയ്യണം, എന്നിട്ട് കറക്റ്റ് ആക്കണം. ഇപ്പൊ ഈ ആംബുലൻസിലൊക്കെ നമ്മൾ സൈറൻ, അതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുറത്തേക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ സൈറൻസിന് അല്ലെങ്കിൽ ലൈറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ ഓരോ മെയിൻറ്റെയിൻ ചെയ്യണം. അത് അപ്പൊ ഓരോന്നും ചെക്ക് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഡേറ്റ റെക്കോർഡ്സും ഈ ആംബുലൻസ് ക്രൂസ് അവരുടെ കയ്യിൽ ഇരിക്കണം, വെക്കണം. അതുകൂടാതെ ദീസ് ആർ ഓഫൺ യൂസ്ഡ് ഇന്റഗ്രേറ്റഡ് വിത്ത് GPS യൂണിറ്റ്. അതുകൂടാതെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതാണ് GPS എന്ന് പറയുന്നത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. പിന്നെ അതുകൂടാതെ പല ആംബുലൻസുകളിലും GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. These are often used integrated with the GPS unit. GPS യൂണിറ്റ് എന്തിനാണെന്നറിയോ? GPS യൂണിറ്റ് ആംബുലൻസിൽ ഫിറ്റ് ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആംബുലൻസ് എവിടെയാണ്, കറക്റ്റ് അതിന്റെ പ്ലേസ്, ഇതൊക്കെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് GPS യൂണിറ്റ് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മള് ഏതാണ് ട്രാഫിക് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ശ്രീനിവാസിന്റെ ഒക്കെ ആംബുലൻസില് ഇത് ഹാർട്ടൊക്കെ കൊണ്ടുപോകണത് ഇത്ര ടൈമിനുള്ളിൽ ഇന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമല്ലോ. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ടൈമിൽ ആംബുലൻസ് എവിടെ എത്തി എന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്കൊക്കെ അവര് നോക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ എവിടെ എത്തി, അതിന്റെ പൊസിഷൻ, ലൊക്കേഷൻ ഒക്കെ. ഇതൊക്കെ ഈ GPS യൂണിറ്റ് വഴിയാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. പോലീസ് കൺട്രോൾ റൂമിലൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുന്നതും ഒക്കെ. ഇങ്ങനെയുള്ള സ്പെഷ്യൽ കെയർ കൊടുത്ത് പ്രത്യേകിച്ച് കൊണ്ടുപോകേണ്ട ട്രാൻസ്പോർട്ടുകളിലൊക്കെ അപ്പൊ ആംബുലൻസിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് GPS യൂണിറ്റ് ഉപയോഗിക്കും. ഓക്കെ, GPS എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താ പറഞ്ഞ ഓക്കെ.
അപ്പൊ ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ആംബുലൻസില് നമ്മള് ആംബുലൻസിന്റെ സ്പീഡ്, ബ്രേക്കിംഗ് പവർ, ടൈം, ആക്ടിവേഷൻ ഓഫ് എമർജൻസി വാർണിംഗ്സ്, ലൈറ്റുകള്, സൈറണ്, സീറ്റ് ബെൽറ്റ്, ഇതൊക്കെ ഉള്ള ഒരു അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഉള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് ആംബുലൻസ് ക്രൂസിന്റെ കയ്യില് ക്രൂസ് സൂക്ഷിക്കണം. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. അപ്പൊ അത് ചില ആംബുലൻസുകൾ GPS യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. അത് ആംബുലൻസിന്റെ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ എന്ന് നോക്കിയേ. ഇപ്പൊ നമ്മൾ ഇന്ന് എത്ര എണ്ണം പറഞ്ഞു? ഇന്ന് മൂന്നാമത്തെ ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് എവിഡൻസ് ഗ്യാതറിംഗ് CCTV എന്തിനാന്ന് മനസ്സിലായില്ലേ? പിന്നെ അടുത്ത ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്, പിന്നെ അടുത്താണ് ട്രോമ ലൈറ്റിംഗ്, പിന്നെ അടുത്തതാണ് AC എയർ കണ്ടീഷനിങ്. നെക്സ്റ്റ് 7th ഡേറ്റ റെക്കോർഡ്സ്. ഇതിൽ ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടോ എന്ന് നോക്കിയേ. അഞ്ചാമത്തെ ഏതായിരുന്നു? 5th പോയിന്റ് ട്രോമ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിള്ളേരെ? ആംബുലൻസിന്റെ ഉള്ളില് ലൈറ്റ് ഉണ്ടാവുമല്ലോ, നോർമൽ ഒരു ലൈറ്റ് ഉണ്ടാവില്ലേ? ആംബുലൻസിൽ നമ്മള് പോകുമ്പോഴ് നോർമൽ ഒരു ലൈറ്റ് ഉണ്ടാവും അതിനകത്ത്. ഇപ്പൊ പകല് വേണ്ട, രാത്രിയൊക്കെ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടൊക്കെ പോകുമ്പോൾ ലൈറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പൊ ചില ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ്, അതായത് ചില പേഷ്യൻസിന് ലൈറ്റ് പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കൊണ്ടുപോകേണ്ട കേസുകൾ ഉണ്ടാവും. ഈ നോർമൽ ലൈറ്റിംഗ് പറ്റില്ലാത്ത പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ലൈറ്റിംഗ് ആണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് സാധാരണ ബ്ലൂ കളറോ അല്ലെങ്കിൽ റെഡ് കളറൊക്കെ ആയിരിക്കും. അത് ആംബുലൻസിന്റെ അകത്തുള്ള ഒരു ലൈറ്റ് ആണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ആംബുലൻസിന്റെ അകത്ത് ഉള്ള ഒരു ലൈറ്റ് ആണ്. നോർമൽ ലൈറ്റ് പറ്റാത്ത, അതായത് നോർമൽ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റാത്ത പേഷ്യൻസിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ലൈറ്റ് ആണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ആംബുലൻസിന്റെ അകത്തുള്ള ലൈറ്റ് ആണ്. ഓക്കെ, ട്രോമ ലൈറ്റിംഗ്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് കയറി നോക്കിയേ. അപ്പൊ ഇതിന്റെ കറക്റ്റ് പിക്ചറുകൾ വരും, ഇമേജസ്. ഇപ്പൊ ട്രോമ ലൈറ്റിംഗ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇമേജസ് ഉണ്ടാവുമല്ലോ, ഇമേജസ്. അപ്പൊ അതിനകത്ത് കറക്റ്റ് കാണാം ആംബുലൻസിന്റെ പടവും അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ്, നീല ലൈറ്റ് അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഒക്കെ തെളിച്ചേക്കുന്നത് കാണാം. ഇത്രയും മനസ്സിലാക്കി വെക്കുക. നോർമൽ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റാത്ത പേഷ്യൻസിന് ആംബുലൻസിന് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇടുന്ന ഒരു സ്പെഷ്യൽ ലൈറ്റ് ആണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് ആംബുലൻസിന്റെ ഉള്ളിലിടുന്നതാണ്. അത് മിക്കവാറും ബ്ലൂവോ അല്ലെങ്കിൽ റെഡ് കളറോ ലൈറ്റ് ആയിരിക്കും. ഓക്കെ, അതിനനുസരിച്ചുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റീസ് ആംബുലൻസിൽ ഉണ്ടാവും. ഒറ്റ ലൈറ്റ് മാത്രമല്ല, ഇതിന്റെ അനുസരിച്ച് ലൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഇതുണ്ടാവും. ലൈറ്റിംഗ് ഫെസിലിറ്റീസ് ആംബുലൻസിൽ ഉണ്ടാകും. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞില്ലേ എക്യുപ്മെന്റ്സ്? ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നോക്കിയൊന്ന്, നല്ല പിക്ചറൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. ഉണ്ടാ ആംബുലൻസിന്റെ വല്ല സെറ്റിംഗ് കണ്ടോ? നമ്മൾ പല ആംബുലൻസ് പഠിച്ചില്ലേ? ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C, ടൈപ്പ് D ആംബുലൻസുകൾ കണ്ട. അതിനകത്ത് ഇത് കണ്ടേക്കണ റാമ്പാണ്, ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് പോലെ. അതിലേക്ക് ആ സ്റ്റാൻഡ് പുറത്തേക്ക് ആ വിഞ്ചസിൽ കണക്ട് ചെയ്തേക്കണുണ്ട്. ആ പടിയുടെ അവിടെ ആ റാമ്പ് താഴേക്ക് വെച്ച് അതിലേക്ക് നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനെ ഒക്കെ നമ്മൾ അനക്കാതെ ആംബുലൻസിലേക്ക് കയറ്റേണ്ടൊക്കെ പേഷ്യൻസിന് ഇത് വെച്ച് ഉപയോഗിക്കാം. അതിനകത്തായിട്ട് കയറ്റിയിട്ട് പതുക്കെ ഒന്ന് പുള്ളി ചെയ്താൽ മതി. അത് നേരെ അവര് ആംബുലൻസിന്റെ സീറ്റിൽ കറക്റ്റ് ഇതായിരിക്കും. അതിനുശേഷം അത് മടക്കി നമുക്ക് ആംബുലൻസിന്റെ അകത്തേക്ക് തന്നെ വെക്കാം. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇവിടെ നോക്കി നിങ്ങള് പാസീവ് വിഷ്വൽ വാർണിംഗ്. ഈ സിമ്പലുകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനകത്ത് ഏതെങ്കിലും സിമ്പല് ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഏതാ കണ്ടേക്കുന്ന സിമ്പല്? എത്രാമത്തെ സിമ്പലാ? 1, 2, 3, 4 4 സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് സിമ്പിളാ നിങ്ങൾ കൂടുതൽ കണ്ടേക്കുന്നത്? രണ്ടാമത്തെ സിമ്പിൾ. ഓക്കെ, കണ്ട്. ഫസ്റ്റ് സിമ്പിൾ കണ്ടിട്ടില്ല ആരും? ഫസ്റ്റ് സെക്കൻഡ് ഡെൽന വർഗീസ് ഫസ്റ്റ് സെക്കൻഡ്. സുസ്മിതയൊക്കെ ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ. അപ്പൊ മിക്കവാറും സെക്കൻഡ് സിമ്പിൾ കാണാത്തവരാരും ഉണ്ടായിരിക്കില്ല. അത് ഇതെന്ന് വെച്ചാൽ ഈ നമ്മള് എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പിളുകളായിട്ട്.
എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബലുകളാണ് ഈ തന്നേക്കുന്നത്. അത് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന സിംബലുകളാണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് കണ്ടോ, അത് രണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഫ്രണ്ടില് പ്ലസ് ചിഹ്നം കണ്ടിട്ടില്ലേ? ആംബുലൻസിൽ കണ്ടില്ലേ പ്ലസ് ചിഹ്നം? പിന്നെ മെഡിക്കൽ എമർജൻസി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഷർട്ട്, ടീഷർട്ടിലൊക്കെ ഈ ചിഹ്നം കണ്ടിട്ടുണ്ടോ? അത് ഇതിപ്പോ മെഡിക്കൽ എമർജൻസി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന ആ സിംബലാണ്. ആ സിംബലിന് പറയുന്നതാണ് റെഡ് ക്രോസ് എന്ന്. അതിന്റെ പേരാണ് റെഡ് ക്രോസ്. ഫസ്റ്റത്തെ നോക്കിയേ, ഫസ്റ്റത്തെ സിംബലാണ് സ്റ്റാർ ഓഫ് ലൈഫ്. കണ്ടിട്ടുണ്ടോ ആംബുലൻസില്? ആംബുലൻസിന്റെ ഡോറിലൊക്കെ കാണാം. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. ഡോക്ടറിന്റെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാറ്, ഡോക്ടറിന്റെ കാറില്. ഓക്കെ, അപ്പൊ ഏതാ വെച്ചാൽ എമർജൻസി ഐഡന്റിഫൈ എമർജൻസി മെഡിക്കൽ സർവീസ്. ഇതാണ് സിംബൽ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ മെഡിക്കൽ സർവീസസ്. ഡിസാസ്റ്റർ, അവിടെയൊക്കെ ഈ സിംബലുകൾ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് സെക്കൻഡും, അതായത് സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സിംബലാണ്. റെഡ് ക്രോസും പിന്നെ സ്റ്റാർ ഓഫ് ലൈഫും. അതൊക്കെ ഈ ആംബുലൻസിന്റെ മിക്കവാറും ആ ഡോറില്ലേ, ബാക്കില് രണ്ട് സൈഡിലും ഉണ്ടാവും. ചില്ലയില് ഈ സിംബലുകൾ ഉണ്ടാവും. പിന്നെ സൈഡിലുണ്ടാവും റെഡ് ക്രോസ് ഒക്കെ, സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. രണ്ട് സിംബൽ നിങ്ങൾക്ക് അറിയാലോ, സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്. പിന്നെ അടുത്ത വേറെ ഒരെണ്ണമാണ് റെഡ് ക്രിസന്റ്, പിന്നെ മാൾട്ടീസ് ക്രോസ് എന്ന് പറയുന്നത്. മാൾട്ടീസ് ക്രോസ്. ഇത് 4 എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിംബലുകളാണ്. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ സിംബൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം കേട്ടോ. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് സിംബലാണ്, സിംബൽ ഇപ്പൊ തന്നിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് 4ത്തിന്റെ പേര് സ്റ്റാർ ഓഫ് ലൈഫ്, സെക്കൻഡ് റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്, മാൾട്ടീസ് ക്രോസ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ നോക്കിയേ. നെക്സ്റ്റ് ആ ചെക്ക് പോലെ ബാറ്റൻബർഗ് മാർക്കിംഗ്. ഇതാണ് ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് സംഭവം കണ്ടിട്ടുണ്ട് ആംബുലൻസില് എവിടെയെങ്കിലും സൈഡിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെക്ക് പോലെയുള്ളത്? നമ്മുടെ ഇവിടെ കൂടുതൽ റെഡും വൈറ്റും കളർന്ന ചെക്കാണ് കൂടുതൽ. ഇതും എന്താണ്, ഒരു പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്. ആംബുലൻസിലൊക്കെ വെക്കുന്നതാണ്. പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. ഇതിന്റെ ബാറ്റൻബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നു. ആ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ്. ഇത് നമ്മള് ആംബുലൻസിൽ ഇങ്ങനെ സിംബലുകൾ ഉണ്ടാവും. സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ടൊക്കെ പല ഇതിനകത്തും സിംബലുകൾ കാണാം. ഓക്കെ, കണ്ടിട്ടുള്ളവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ സിംബല്? ഈ താഴെ ഈ ചെക്ക് പോലെ തന്നേക്കണത് ഗ്രീൻ യെല്ലോ ചെക്ക് പോലെ. അല്ലെങ്കിൽ ആരും കണ്ടിട്ടില്ലേ? ജോബി മോള് കണ്ടിട്ടില്ല. ഫസീല ഇവിടെ എസ് അടിച്ചിട്ടുണ്ട്, തമ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്ന്. അതെ, ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇനി ആംബുലൻസ് ഒക്കെ കാണുമ്പോ ഒന്ന് നോക്കട്ടെ നിങ്ങൾ. ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ നമ്മുടെ നാട്ടിൽ കുറവാണോ? ഇല്ലല്ലോ. നിങ്ങളത് ആംബുലൻസ് ശരിക്കും ശ്രദ്ധിക്കാത്തോണ്ടാ. അതിന്റെ സൈഡിൽ ഉണ്ടാവും അങ്ങനെ. മിക്കവാറും ഞാനും കൂടുതൽ കണ്ടേക്കുന്നത് റെഡും വൈറ്റും ആണ് ചെക്ക്. റെഡ് വൈറ്റ് ചെക്കാണ് നമ്മുടെ ഇവിടെയൊക്കെ കൂടുതൽ. ഇതും ഉണ്ട്, ഈ ഗ്രീനും യെല്ലോയും ചെക്ക് ഇതും ഉണ്ട് കളറ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നോക്കിയേ, ബാറ്റൻബർഗ് മാർക്കിംഗ്. Battenberg marking bracket are pattern of high visibility marking. Okay, passive visual warnings are generally part of the design of the vehicle. ഇത് വെഹിക്കിളിന്റെ ആ വാഹനത്തിന്റെ ഡിസൈനിങ്ങിൽ ഉള്ളത് തന്നെയാണ്. ഇത് പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓൾറെഡി നമ്മൾ ഇത് പെയിന്റ് ചെയ്യൂലേ, ആംബുലൻസ് പെയിന്റ് ചെയ്യൂലേ, ആ പെയിന്റ് ചെയ്യുമ്പോ തന്നെ അതിന്റെ കൂടെ ഇങ്ങനത്തെ ഡിസൈൻ, ഈ ചെക്ക് പോലെ അല്ലെങ്കിൽ ഈ ഡിസൈനുകളും അതിനകത്ത് പാസീവ് വിഷ്വൽ സിംബലുകൾ, ഇങ്ങനെയുള്ള ഈ ഡിസൈനുകളും ഓൾറെഡി അവിടെ എന്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദ യൂസ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺ ആർ ഇൻവോൾവ്ഡ്. ഓൾഡർ ആംബുലൻസ് more probably to have
their pattern painted on. മോഡേൺ ആംബുലൻസിലാണ് ഓൾഡർ ആംബുലൻസ്, പണ്ടത്തെ ആംബുലൻസിലൊക്കെ ഉണ്ടല്ലോ ഇതിങ്ങനെ പെയിന്റ് അടിച്ചു വെച്ചേക്കുക, റെഡ് വൈറ്റ് അങ്ങനെ അത് പെയിന്റ് അടിച്ചു വെച്ചേക്കുക ഓൾഡർ ആംബുലൻസിൽ. ഇങ്ങനെയുള്ള ബാറ്റൻബർഗ് മാർക്കിങ് ആംബുലൻസിൽ മാത്രമല്ല കേട്ടോ, ആംബുലൻസിൽ മാത്രമല്ല, ഞാനിപ്പോ നമ്മൾ എടുക്കുന്ന ആംബുലൻസ് ആയതുകൊണ്ട് ആംബുലൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മെഡിക്കൽ എമർജൻസി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും വെക്കുന്ന സിമ്പലുകളാണ് നമ്മൾ കണ്ടേക്കുന്നത്. അതിപ്പോ മറ്റുള്ളിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ ഇതെന്ന് വെച്ചാൽ അതിനകത്ത് ഈ ഓൾഡർ ആംബുലൻസിലാണെങ്കിൽ അവിടെ ഇത് പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്, പെയിന്റഡ് ആയിരിക്കും ഓൾറെഡി, പാറ്റേൺ പെയിന്റഡ് ഓൺ. എന്നാൽ whereas modern ambulance normally carry retro-reflective design, okay, retro-reflective design which reflect light from car headlights or torches. എന്നാൽ ഇപ്പൊ ഓൾഡർ ആംബുലൻസിൽ എന്താ, ഇത് പെയിന്റ് ചെയ്ത് വെച്ചേക്കാണ്, എപ്പോഴും അങ്ങനെ ഉണ്ടാവും, പെയിന്റ് ചെയ്ത് വെച്ചേക്കാം. എന്നാൽ മോഡേൺ ആംബുലൻസിലാണെങ്കിലോ എങ്ങനെയാ, നോർമലി ക്യാരി റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ. ഇതെങ്ങനെയാണ്, റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ്. വിച്ച് റിഫ്ലക്ട് ദ ലൈറ്റ് ഫ്രം കാർ ഹെഡ്ലൈറ്റ് ഓർ ടോർച്ച്. കാർ ഇപ്പൊ രാത്രിയൊക്കെ പോകുമ്പോഴേ നമുക്ക് ഈ നമ്മുടെ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ മറ്റുള്ള കാറിൽ നിന്നോ അല്ലെങ്കിൽ കാറിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ടോർച്ചൊക്കെ എന്നുള്ള ലൈറ്റ് ഇല്ലേ, ലൈറ്റ് അതിലേക്ക് വരുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇപ്പത്തെ ആംബുലൻസിൽ. അത് റിഫ്ലക്റ്റീവ് ആണ്. നേരത്തെ വെറുതെ പെയിന്റഡ് ആണ്, ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഇപ്പത്തെ ആംബുലൻസിലൊക്കെ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ് കൊടുത്തേക്കുന്നത്. ലൈറ്റ് അടിക്കുമ്പോ എന്ത് ചെയ്യും, അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ എന്തിനു വേണ്ടിയിട്ട്, അത് ശരിക്കും ആളുകൾക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ആംബുലൻസ് ലൈറ്റ് ഇട്ട് സൈറൺ അടിച്ചല്ലല്ലോ പോകുന്നത്, ആണോ? ഇത് എമർജൻസി കേസുകളിലൊക്കെ മാത്രമല്ല അങ്ങനെ പോകേണ്ടി വരുള്ളൂ. അല്ലാതെ വെറുതെ ആംബുലൻസ് റോഡിൽ പോകുമ്പോഴാണെങ്കിലും ലൈറ്റോ ഇതൊന്നുമില്ല. അപ്പന്ന് പറഞ്ഞ രാത്രിയൊക്കെ ആണെങ്കിലും നമുക്ക് പോകുമ്പോൾ നമ്മുടെ കാറിലാണെങ്കിൽ കാറിൽ നിന്നൊക്കെ ഉള്ള ലൈറ്റ് ഈ ആംബുലൻസിന്റെ ഇതിലേക്ക്, ഈ ബാറ്റൻബർഗ് മാർക്കിങ്ങിലേക്ക് അടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ആ ലൈറ്റ് അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾ റോഡിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, റോഡിലൊക്കെ നമ്മൾ രാത്രി റോഡിലൂടെയൊക്കെ പോകുമ്പോ റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മാർക്കിങ് കൊടുത്തിട്ടില്ലേ? അപ്പൊ അത് നമ്മള് ഈ എന്താ നമ്മള് കാറ് വണ്ടിയൊക്കെ പോണേ ആ റെഡ് കളർ എസ്, അപ്പൊ നമ്മൾ പോകുമ്പോ അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കൂലേ? ലൈറ്റ് ഇല്ലാത്തപ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ അതിലേക്ക് ലൈറ്റ് കഴിക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്യും. അതെന്തിനാ, കുറച്ചും കൂടി നമുക്ക് അട്രാക്ഷൻ കിട്ടാനാണ്, ആളുകൾക്ക് അത് ഇത് എന്താ കുറച്ചും കൂടി ശ്രദ്ധ കിട്ടാനാണ്, റോഡിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണാൻ വേണ്ടിയിട്ടാ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, ഈ നമ്മള് ജോലിക്കാര് നമ്മൾ നൈറ്റിലൊക്കെ ഇപ്പൊ മെട്രോയിലൊക്കെ രാത്രിയൊക്കെ പണിയെടുക്കുന്ന അവിടെ ജോലിക്കാര് അല്ലെങ്കിൽ എന്താ പറയാ പോലീസൊക്കെ ആണെങ്കിലും അവർക്കുടെ ഡ്രസ്സിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. അങ്ങനത്തെ കോട്ടുകൾ അവർ ഇടാറില്ലേ? ഇപ്പൊ സാധാരണ ഡ്രസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ദൂരെ നിന്ന് വരുമ്പോ ചിലപ്പോ കോട്ട് ഇപ്പൊ ഡ്രസ്സിന്റെ മുകളിൽ കോട്ട് ഇടുമ്പോ അത് റിഫ്ലക്ട് ചെയ്യുന്നതാ. അപ്പൊ എന്ന് പറഞ്ഞാൽ സാധാരണ ഡ്രസ്സ് ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാൻ അവരെ അറിയാൻ പറ്റില്ലായിരിക്കും രാത്രിയാകുമ്പോൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് തന്നെ ലൈറ്റ് അടിക്കുമ്പോ തന്നെ അവിടെ ആളുണ്ട്, അവർക്ക് ആ ഡ്രസ്സിൽ നിന്ന് ഉള്ള ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ, ആളുകൾക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റിഫ്ലക്ഷൻ കോട്ട്, ഓക്കെ ശരിയാണ്, റിഫ്ലക്ഷൻ കോട്ടുകളൊക്കെ. അപ്പൊ അതുപോലെ ഇവിടെ ഇപ്പൊ മോഡേൺ ആംബുലൻസിൽ എന്താണ്, റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനുകളാണ്. അതിലേക്ക് ലൈറ്റ് വരുമ്പോ എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഇനി നോക്കിയേ, മറ്റൊരു ഇതാണ് അണ്ടർ പാസീവ് മാർക്കിംഗ് ഫ്രം ഈസ് ദ വേർഡ് ആംബുലൻസ് ഓർ ലോക്കൽ ലാംഗ്വേജ് ഓൾട്ടർനേറ്റീവ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. അടുത്ത ഒരു പാസീവ് മാർക്കിംഗ് ആണ് ആംബുലൻസ് എന്ന് എഴുതിയേക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആംബുലൻസ് എന്ന് ചില ആംബുലൻസ് കറക്റ്റ് എഴുതിയേക്കണേ, അല്ല ചിലതിലൊക്കെ എങ്ങനെയാ റിവേഴ്സ് ആയിട്ടായിരിക്കും എഴുതിയേക്കണേ, തിരിച്ചായിരിക്കും എഴുതിയേക്കണേ, അല്ലെ? റിവേഴ്സിലായിരിക്കും എഴുതിയേക്കണേ. എന്തിനാ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസ് നേരെ, നമ്മളിപ്പോ ആംബുലൻസ് എയും ബിയും അങ്ങനെ ആ സ്പെല്ലിങ് നേരെയല്ല കിടക്കുന്നത്, അതിന്റെ സ്പെല്ലിങ് അത് റിവേഴ്സ് ഓർഡറിലായിരിക്കും എഴുതിയേക്കണത്, അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഇവിടെ മെസ്സേജ് ഒക്കെ വന്നു തുടങ്ങി മിറർ. അപ്പൊ എന്തിനാ അത് അങ്ങനെ ചെയ്തേക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തില്
നമ്മളിപ്പോ നമ്മുടെ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ നമ്മുടെ വണ്ടി കാറാണ്, നമ്മൾ കാറിൽ ഇരിക്കാന്ന് വിചാരിക്കുക. നമ്മുടെ ഫ്രണ്ടിൽ ബാക്കിലാണ് ആംബുലൻസ് വരുന്നത്. അപ്പൊ നമ്മള് ഈ ഡ്രൈവേഴ്സ് ഫ്രണ്ടിൽ ഇരുന്ന് ഡ്രൈവേഴ്സ് ബാക്കിൽ വണ്ടി നോക്കുന്നത് എങ്ങനെയാ? തിരിഞ്ഞു നോക്കിയാണോ? അവര് മിററിൽ കൂടിയാ നോക്കുന്നത് അല്ലെ? ഞാൻ പറഞ്ഞു എപ്പോഴും സൈറനിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് വന്നെന്നില്ല ആംബുലൻസ്. അപ്പൊ നമ്മുടെ ബാക്കിൽ ആംബുലൻസ് ഉണ്ട്. അപ്പൊ ആംബുലൻസിന് വായിക്കാനായിട്ട് ആ ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവറിന് ആ മിററിൽ കൂടെ ക്ലിയർ ആയിട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് റിവേഴ്സ് ഓർഡറിൽ എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മൾ ആ മിററിൽ കൂടെ നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും, ആംബുലൻസ് തന്നെ നേരെ നമുക്ക് വായിക്കാൻ പറ്റും. ക്ലിയർ ആയി? അത് another passive marking from is the word ambulance on the front of the vehicles. അത് റിവേഴ്സിലായിരിക്കും എഴുതിയിരിക്കുന്നത്, റിവേഴ്സ് ഓർഡറിലായിരിക്കണം. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഡ്രൈവറിന് മിററിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസ് എന്ന് ക്ലിയർ ആയിട്ട് വായിക്കുന്നതിന് വേണ്ടിയാണ്. മിററിൽ നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും, ആംബുലൻസ് എന്നായിരിക്കും. നേരെ എഴുതി വെച്ച മിററിൽ നോക്കുമ്പോൾ തല ഇരിഞ്ഞ് തല ഒത്തിരിയൊക്കെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. This enable drivers of other vehicles to simply identify an approaching ambulance in their rear view mirror. ഇത്രേ ഉള്ളൂ. എന്തിനാ? നമ്മുടെ ഫ്രണ്ടിലുള്ള ഡ്രൈവറിന് ആ മിററിൽ കൂടെ നോക്കുമ്പോൾ കറക്റ്റ് ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ആംബുലൻസ് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആംബുലൻസ് മേ ഡിസ്പ്ലേ ദ നെയിം. പിന്നെ അതുകൂടാതെ ആംബുലൻസിൽ നോക്കി മേ display the name of their owner or operator and an emergency telephone number for the ambulance service. അതുകൂടാതെ നോക്കിയേ, ആംബുലൻസിൽ എന്തുണ്ടാവും? the name of their owner or operator, ഓപ്പറേറ്ററിന്റെ അല്ലെങ്കിൽ ഓണറിന്റെ പേരുണ്ടാവും. ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ഏതിപ്പോ ചാരിറ്റി നൽകുന്നതാണ്, ചാരിറ്റി ആംബുലൻസ് ആണെങ്കിൽ അങ്ങനെ, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഏത് ഹോസ്പിറ്റല്, അങ്ങനെ പേരുണ്ടാവില്ലേ? ആംബുലൻസിന്റെ പേരുണ്ടാവും അതിനകത്ത്. ഡിസ്പ്ലേ ദ നെയിം ഓഫ് ദെയർ ഓണർ ഓർ ഓപ്പറേറ്റർ ആൻഡ് ആൻ എമർജൻസി ടെലിഫോൺ നമ്പർ. അതുകൂടാതെ കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പറും ഉണ്ടാവും ആംബുലൻസിൽ. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ ആംബുലൻസ് സർവീസസ്. അപ്പൊ ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ഏത് ആംബുലൻസ് ആണ്, ഫോൺ നമ്പറൊക്കെ നമുക്ക് നോട്ട് ചെയ്താൽ നമുക്ക് അത് അവരെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആംബുലൻസിന്റെ സർവീസ് വേണമെങ്കിൽ ആ നമ്പറിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ഏതിനകത്ത് വരുന്നതാണ്? പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്നതാണ്. പിന്നെ ലാസ്റ്റ് നോക്കിയേ, ആൻഡ് ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിംബൽ ഡിസ്പ്ലേഡ്. ആംബുലൻസിൽ സിംബലുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം. നോക്കിയേ നിങ്ങള്, ഇതിപ്പോ എന്താ പറയാ, ഇതിങ്ങനെ വായിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. വായിച്ച് എന്താ ഇതിനകത്ത് പറഞ്ഞേക്കണേന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്? ആ ബാറ്റൺബർഗ് മാർക്കിംഗ് ആ പറഞ്ഞത്, ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് മാർക്ക് പോലെയുള്ളത്. അത് പഴയ ആംബുലൻസിലാണെങ്കിൽ അത് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ മോഡേൺ ആംബുലൻസിൽ അത് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ആണ്. ലൈറ്റ് അതിനകത്തേക്ക് വന്ന് തട്ടിക്കഴിഞ്ഞുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. ആ സിമ്പിള് ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ഇത് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആംബുലൻസിനെ വേഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ആംബുലൻസ് എന്നുള്ള വേർഡ് അത് റിവേഴ്സ് ഓർഡറിലായിരിക്കും ആംബുലൻസിൽ എഴുതിയേക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൽ ഇരിക്കുന്ന ഡ്രൈവറിന് മിററിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസ് എന്ന് ക്ലിയർ ആയിട്ട് വായിക്കുന്നതിന് വേണ്ടി. ഓക്കെ. പിന്നെ അത് കൂടാതെ ആംബുലൻസിൽ എന്തുണ്ട്? ഓണർ ഓർ ഓപ്പറേറ്ററിന്റെ പേരുണ്ട്, കോണ്ടാക്ട് നമ്പർ ഉണ്ട്. ഓക്കെ. ഇത് എന്തിനു വേണ്ടിയാ? ഫോർ ദ ആംബുലൻസ് സർവീസ്. പിന്നെ പറഞ്ഞത് ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിംബൽ ഡിസ്പ്ലേഡ്. അതുകൂടാതെ ആംബുലൻസിൽ എന്തുണ്ട്? സിംബലുകളും ഡിസ്പ്ലേ ചെയ്യാം. മനസ്സിലായോ? നോക്കിയേ. ക്ലിയർ ആണോ? യെസ്. ഇനിയിപ്പോ നമ്മൾ പാസീവ് സിംബലുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്താണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ്, അതായത് എമർജൻസി ഒക്കെ ആയിട്ട് നമ്മൾ പോകൂലേ, എമർജൻസി ഒക്കെ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ, ഇപ്പൊ ഒരു പേഷ്യന്റിനെ കൊണ്ട് എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻസിനെ കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ അത് അവരെ അറിയിക്കണം.
അപ്പൊ മറ്റുള്ളവരൊക്കെ അത് അറിയിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. ഇത് മറ്റേത് ആദ്യം പാസീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവും, ആംബുലൻസിൽ എപ്പോഴും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് എന്തിനാണ്? എമർജൻസി ഒക്കെ ആയിട്ട് നമ്മൾ പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആക്റ്റീവ് ആയിരിക്കും അത്. ആക്റ്റീവ് അത് നമുക്ക് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ കാര്യങ്ങളൊക്കെ തരാനാണ്. സജീവമായ വിഷ്വൽസുകൾ, അത് മുന്നറിയിപ്പുകൾ, എന്തെങ്കിലും അപകടമൊക്കെ നടക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് പോകണം, എന്തെങ്കിലും നമ്മൾ മുന്നറിയിപ്പ് തരാനൊക്കെ വേണ്ടിയിട്ടാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യൂഷ്വലി ദ വിഷ്വൽ സിഗ്നൽ for the task are in the shape of flashing light. ഓക്കെ, സാധാരണയായിട്ട് ടാസ്ക് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമൊക്കെ നടക്കുമ്പോഴൊക്കെ വിഷ്വൽ സിഗ്നലുകൾ ഫ്ലാഷ് ലൈറ്റുകളുടെ രൂപത്തില് ആകൃതിയിലാണ്. ലൈറ്റ് ഇട്ട് പോണ കണ്ടിട്ടില്ല ആംബുലൻസ്, ലൈറ്റോടുകൂടി. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്താ, അതൊരു എമർജൻസി ആയിട്ട് പോണെയാണ്, വെറുതെ പോകാം, ലൈറ്റ് ഇട്ടും പോകാം. അപ്പൊ ലൈറ്റ് ഇട്ട് പോകുമ്പോ എന്താണ്, അതൊരു ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് ആണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം, എമർജൻസി ആയിട്ട് പോകുന്നതാണ്. വെറുതെ പോകുന്നതും എമർജൻസിയും കാണിക്കാനായിട്ട്. അപ്പൊ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ അത് നമുക്ക് ഒന്ന് ആളുകൾക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഇത് ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ ഫ്ലാഷ് ലൈറ്റ്സിന്റെ രൂപത്തിലാവാം. This flash in order to attract the attention of other road users as the ambulance approaches, or to provide warning to motorists approaching a stopped ambulance in the dangerous position on the road. മോട്ടറിസ്റ്റ് എന്നാട്ടോ. മോട്ടറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ പോകുന്ന വാഹന യാത്രികർ. മോട്ടറിസ്റ്റ്. Okay. Usually the visual signals for the task are in the shape of flashing lights. This flash, ഈ ലൈറ്റ് എന്തിനാ വെക്കുന്നേ? Okay, in order to attract the attention of other road users. അപ്പൊ ആംബുലൻസ് മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നത്. അപ്പൊ റോഡ് യൂസ് ചെയ്യുന്ന മറ്റുള്ള റോഡ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് അവർക്കൊരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി, ഒരു അറ്റൻഷൻ, അവർക്ക് ഒരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ഇട്ട് ഇങ്ങനെ പോകുന്നത്. As the ambulance approaches, or to provide warning to motorists approaching a stopped ambulance in dangerous position on the road. പിന്നെ അതപ്പോ പറഞ്ഞു, ആ റോഡ് യൂസേഴ്സിന് ഒരു അട്രാക്ഷൻ കിട്ടുന്ന, അവരുടെ ശ്രദ്ധ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ലൈറ്റ് ഇട്ട് പോണേന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ എമർജൻസി ആയിട്ടൊക്കെ പോണതാണല്ലോ. അപ്പൊ ആംബുലൻസ് എന്താ പറയാ, ഇപ്പൊ ഒരു അപകടം നടന്നു. അപ്പൊ അവിടേക്ക് പെട്ടെന്ന് ആംബുലൻസ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആംബുലൻസ് ഇടുന്നത് ഇപ്പൊ നമ്മൾ തിരക്ക് പിടിച്ചല്ലേ, പെട്ടെന്ന് ഫാസ്റ്റില് നമ്മൾ ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അല്ലെ, അതിനുവേണ്ടി. അപ്പൊ അത് വന്ന് സൈഡൊക്കെ നോക്കി ഒതുക്കി അരികും മൂലയൊക്കെ ചേർത്തൊക്കെ പാർക്ക് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേഷ്യൻസ് കേട്ടാണ്. അതപ്പോ ഏത് പൊസിഷനിലും ആ ഒരു സ്ഥലത്ത് ആംബുലൻസ് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ലൈറ്റ് കണ്ടിട്ട് മറ്റുള്ള, അപ്പൊ ഏത് ഡേഞ്ചറസ് പൊസിഷനിലാണെങ്കിലും ആംബുലൻസ് ഇങ്ങനെ നിൽക്കണമെങ്കിൽ മറ്റുള്ള, അപ്പൊ ആ പുറകെ നിന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് അത് മനസ്സിലാക്കാൻ, അത് ഇപ്പൊ അത് നേരെ വന്ന് ആംബുലൻസിലേക്ക് വന്ന് ഇടിക്കാതെ, അപ്പൊ ആംബുലൻസ് അവിടെ ഉണ്ടെന്നൊക്കെ ദൂരേന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും ഈ ലൈറ്റ് ഉപയോഗിക്കാം. സമയം. അപ്പൊ അതെന്ന് വെച്ചാൽ ഇങ്ങനെ അപകടകരമായ അവസ്ഥയിൽ നിർത്തിയ ഒരു ആംബുലൻസ്, അപ്പൊ അതിന്റെ സമീപം എത്തുന്ന വാഹനം ഓടിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാം, ഇവിടെ ആംബുലൻസ് ഉണ്ട്, ദൂരേന്ന് തന്നെ അവർക്ക് അത് മനസ്സിലാക്കി അപകടം അറിഞ്ഞ് അവർക്ക് അതേ രീതിയിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് അത് മിന്നുന്നത്. കണ്ടിട്ടില്ലേ ആംബുലൻസ്? ഇതുപോലെ തന്നെ അപകട സ്ഥലത്തൊക്കെ ആംബുലൻസ് എന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോക്കി നിങ്ങൾ റോഡിലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ, നമ്മളിപ്പോ പോകുമ്പോ എവിടെയെങ്കിലും കടയിലൊക്കെ കയറണം, വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ വെറുതെ വണ്ടി പാർക്ക് ചെയ്ത് പോകണം, അവിടെ ലൈറ്റ് ഇടണം, പാർക്കിംഗ് ലൈറ്റ് ഇടണം. എന്തിനാ പാർക്കിംഗ് ലൈറ്റ് ഇടണം? എന്തിനാ? അപ്പൊ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത്, അപ്പൊ ദൂരേന്ന് വരുന്നവർക്കും അവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കാണ്, ആ ലൈറ്റ് കണ്ട് അവർക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. അതിന് വല്ല സ്പീഡിലൊക്കെ ഒന്ന് വേണമെങ്കിൽ നമ്മുടെ വണ്ടിയിലേക്കൊക്കെ വന്ന് വണ്ടി ഇടിച്ചിട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് എന്താ,
പാർക്ക് ചെയ്യുമ്പോഴെപ്പോഴും പാർക്കിംഗ് ലൈറ്റ് ഒക്കെ ഇടുന്നു പറയില്ലേ, മസ്റ്റാണ്. എപ്പോ വണ്ടി ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഇടണം. ഇത് ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക്, വാഹനം ഓടിച്ചു വരുന്നവർക്ക് ഒരു അത് ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ആംബുലൻസിൽ ഈ ലൈറ്റിന്റെ കാര്യം പറഞ്ഞത് നമ്മള് ഫ്ലാഷിംഗ് ലൈറ്റ് നമ്മളെ റോഡ് യൂസേഴ്സിന് അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ ആംബുലൻസിനെ കൂടാതെ അതിലൂടെ വാഹനം ഓടിച്ചു വരുന്നവരില്ലേ, അവർക്ക് അവിടെ ആംബുലൻസിനെ ശ്രദ്ധിക്കാനും, അപ്പൊ ആ ആംബുലൻസ് ഉണ്ട് എന്നൊക്കെ ആ ഒരു അപകടാവസ്ഥയിൽ ആംബുലൻസ് പാർക്ക് ചെയ്തേക്കുവാണെങ്കിൽ അപ്പൊ അത് മനസ്സിലാക്കി ഇത് സേഫ് ആയിട്ട് അവർക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് ഇടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റിൽ തന്നേക്കണം. നോക്കിയേ, ഇതിന്റെ കളറാണ്. നോക്കിയേ, കോമൺ കളേഴ്സ് ഓഫ് ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ്. വാർണിംഗ് ബീക്കൺസിന്റെ ആ ഇതില്ലേ, ബീക്കൺസ് കണ്ടിട്ടില്ല ആംബുലൻസിന്റെ ആ ഇത്, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, അതിന് ബീക്കൺസ് എന്നാണ് പറഞ്ഞത്. വാർണിംഗ് ബീക്കൺസ് ആർ ബ്ലൂ, റെഡ്, ആംബർ ആൻഡ് ലൈറ്റ് വൈറ്റ്. ക്ലിയർ? അപ്പൊ നോക്കിയേ, ഇതിനകത്ത് നോക്കിയേ, ആ ബീക്കൺസിന്റെ ആ ലൈറ്റിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആകാം, അല്ലെങ്കിൽ റെഡ് ആകാം. ആംബർ, ആംബർ എന്ന് പറഞ്ഞ കളർ കേട്ടിട്ടുണ്ടോ? ബ്രൗണിഷ് യെല്ലോ കളറാണ് കേട്ടോ ആംബർ. ബ്രൗണിഷ് യെല്ലോ കളർ ആംബർ ആൻഡ് വൈറ്റ്. അപ്പൊ സാധാരണയായിട്ട് ഈ ലൈറ്റിന്, വാർണിംഗ് ലൈറ്റിന് ഉപയോഗിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ അത് എക്സാമിന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേരെ. ദ കോമൺ കളേഴ്സ് ഫോർ ദ ആംബുലൻസ് warning beacons are blue, red, amber, white and white. ഇത്രയും കളറുകളാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഏതൊക്കെ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ട്? സാധാരണ കൂടുതലായിട്ട് റെഡും ബ്ലൂ ഒക്കെ അല്ലേ കണ്ടേക്കുന്നത്? ഓക്കെ, ബ്ലൂവും റെഡും ഒക്കെയാണ് നമ്മുടെ ഇവിടെ കൂടുതൽ കണ്ടേക്കുന്നത്. ഓക്കെ, ആംബുലൻസ് ബീക്കൺസിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കളറ് ബ്ലൂ, റെഡ്, ആംബർ, വൈറ്റ്. However, the colors may differ by country. ഓരോ കൺട്രി അനുസരിച്ചും ഓരോ രാജ്യത്തിന്റെ അനുസരിച്ചും കളറുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞു നോക്കിയേ, there are several technology presently used to achieve the flashing effect. ഫ്ലാഷിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറെ ടെക്നോളജികൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണയായിട്ട് ലൈറ്റ് ബൾബ്, അത് ഇൻക്ലൂഡ് ഫ്ലാഷിംഗ് എ ലൈറ്റ് ബൾബ്, LED ബൾബുകള്, ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻസ്, റൊട്ടേറ്റിംഗ് ബൾബുകൾ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൾബുകളില്ലേ, അങ്ങനെയുള്ളത് ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻ ആൻഡ് സ്ട്രോബ് ലൈറ്റ്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞൊക്കെ വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻസെന്റ് ലൈറ്റ്. സാധാരണ ജ്വലിക്കുന്ന, ഇൻകാൻസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലിക്കുക, സാധാരണ തെളിയുന്ന ആ ലൈറ്റിനേക്കായും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള സ്ട്രോബ് ലൈറ്റും കൂടി ഒക്കെ ആംബുലൻസിൽ അങ്ങനെയുള്ള ടെക്നോളജീസും ഉണ്ട്. LED ബൾബുകള്, ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹാലജൻസ് ആൻഡ് സ്ട്രോബ് ലൈറ്റ്സ് which are commonly brighter than incandescent light. സാധാരണ തെളിയുന്ന ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള സ്ട്രോബ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? നമ്മൾ വാൺ ചെയ്യാനാണ്, നമുക്ക് ആംബുലൻസ് ആണ് എന്നുള്ളത് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. സ്ട്രോബ് ലൈറ്റ്സ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, സാധാരണ ലൈറ്റിനേക്കാളും കുറച്ച് ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റ്, സ്ട്രോബ് ലൈറ്റ്സ്. അടുത്ത് നോക്കിയേ, so as to increase safety, it is the best practice to have 360-degree coverage with the active warning, enhancing the chance of the vehicle being seen from all sides. നോക്കി, ഇനി ലൈറ്റിന്റെ കാര്യം പറഞ്ഞ, ലൈറ്റ് നമുക്ക് ഫ്രണ്ടിലുള്ള വണ്ടികൾക്ക് മാത്രം കണ്ടാൽ മതി ആംബുലൻസിന്റെ ലൈറ്റ്, അല്ലെങ്കിൽ ബാക്കിൽ നിൽക്കുന്നവർക്ക് മാത്രമാണോ? എങ്ങനെയാ? 360 ഡിഗ്രി കവറേജ് ഉണ്ട്. അതായത് എല്ലാ വശത്തേക്കും ആ ലൈറ്റ് ഉണ്ടാവും. ഇപ്പൊ ആംബുലൻസ് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ആംബുലൻസിന്റെ എല്ലാ വശങ്ങളിലും നിൽക്കുന്നവർക്കും എന്ത് കാണാൻ പറ്റും? ആ ലൈറ്റ് കാണാൻ പറ്റും. അല്ല, ഫ്രണ്ടിൽ നിൽക്കുന്നവർക്കോ ബാക്കിൽ നിൽക്കുന്നവർക്കോ മാത്രമല്ല ആ ലൈറ്റ് കാണുന്നത്. അതെങ്ങനെയാ ലൈറ്റ്? 360 ഡിഗ്രി കവറേജ് ഉള്ള, അതായത് ചുറ്റും എല്ലാ വശവും കാണാവുന്ന രീതിയിൽ ആ കവറേജ് ഉള്ള ഇതായിരിക്കും, ലൈറ്റുകളായിരിക്കും. ദ ആക്റ്റീവ് വാർണിംഗ് എൻഹാൻസിങ് ദ
chance of the vehicle being seen from all outside. എല്ലാ സൈഡിലും നിൽക്കുന്ന വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ 360 ഡിഗ്രി കവറേജ് ഉള്ള ലൈറ്റ് ആയിരിക്കും ഈ ആംബുലൻസിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ നോക്കിയേ? ക്ലിയർ ആണോ? എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ? ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ഞാൻ പല ക്ലാസ്സുകളായി പറയണമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ലാസ്റ്റ് ഇന്റേണലിന്റെ മാർക്ക് കുറഞ്ഞു കഴിയുമ്പോ എന്താ മാർക്ക് കുറഞ്ഞെന്ന് ചോദിക്കരുത്. എന്ന് വെച്ചാൽ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ 38 പേരുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോ. ഇപ്പൊ 28 പേര്, 10 പേര് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഇമർജൻസി ആണ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യാം. പറയാം മിസ്സേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാന്നുള്ളത്. ഇതൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. സ്ഥിരം കയറുന്ന കുട്ടികളും ഒക്കെ ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിന്റെ അനുസരിച്ച് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറെ അസൈൻമെന്റും കാര്യങ്ങളും ഒന്നും തന്നെയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്റേണൽ മാർക്കിൽ ഇതൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ മാക്സിമം കയറാൻ പറ്റുന്ന ഒരു ലൈവ് ക്ലാസ്സിൽ തന്നെ കയറുക. അപ്പൊ ഇനി ഇതിന്റെ ഇടയ്ക്ക് ഓടിപ്പോണത് കുറെ പേരുണ്ടാവും. അതിൽ നമ്മൾ ഓൾ മ്യൂട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതും ഞങ്ങളുടെ കുഴപ്പമല്ല. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇപ്പത്തെ ഈ ബാച്ച് തുടങ്ങിയാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ഓൾ മ്യൂട്ട് കൊടുക്കേണ്ടി വന്നത്. അതെന്ന് വെച്ചാൽ ഒത്തിരി കംപ്ലൈന്റ്സുകൾ വന്നു, ക്ലാസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, എത്ര പറഞ്ഞിട്ടും മ്യൂട്ട് ചെയ്യുന്നില്ല. ആ ഒരു ഇത് കൊണ്ടാ. മറ്റത് ലൈവ് നമ്മൾ അറിയാലോ, ആദ്യം മുതൽ നമ്മൾ ക്ലാസ് എടുത്തത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രമേ 10 മിനിറ്റ് മാക്സിമം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഇത് സ്ക്രീനിൽ കുറച്ച് പേരുകൾ ഇവിടെ കാണുന്നതല്ലാതെ നിങ്ങളുടെ ആരെയും കാണാനുള്ള. ഇനിയിപ്പോ ഇത് ഓണാക്കി വെച്ചോണ്ട് വേറെ വല്ല പണിക്ക് കിടക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഒരു മാക്സിമം കയറുക ക്ലാസ്സിൽ. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ട് ഇറങ്ങിക്കോ. പിന്നെ ഒരു കാര്യം ലീവ് ചെയ്യാന്ന്. ആരാ അവിടെ പറയുന്നേ? ബിനോയ് ആണോ? ആണോ? ഓക്കെ. വീട്ടില് കറണ്ടില്ല, അതുകൊണ്ട് ഞാൻ വെളിയിരിക്കുക. അതാണ് ചൂടെടുത്ത് ഞാൻ ഒന്നും മിണ്ടാത്തത്. ആ ഓക്കെ. അത് ഇപ്പോഴും ഞാൻ അൺമ്യൂട്ട് ചെയ്താണല്ലോ, ഇവിടെ ഫുള്ള് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അത് പ്രശ്നമൊന്നുമില്ല മാഡം. ഇപ്പം നമുക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണോണ്ടേ മാഡം, നമുക്ക് ശരിക്കും അതായത് ടൈപ്പ് ചെയ്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയുകയാണെങ്കിൽ ഇത് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയല്ല. അതാണ് ചിലവരിങ്ങനെ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയേക്കുന്നൊരു നിർദ്ദേശമാണ് ഓഫീസിൽ നിന്ന്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇംഗ്ലീഷ് ക്ലാസ് കുഴപ്പമില്ല. ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടല്ലല്ലോ, അത് പിന്നെ നിങ്ങളുടെ ഇന്ററാക്ഷൻ വേണമല്ലോ. മാഡം നമുക്ക് പഠിപ്പിക്കണതെല്ലാം ഓക്കെ, നമുക്ക് നന്നായിട്ട് മനസ്സിലുണ്ട്. നമുക്ക് മാഡം എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് തിരിച്ച് പറ്റണമല്ലോ. അതുകൊണ്ട് മൈക്ക് ഓൺ ചെയ്ത് വെച്ചാൽ വലിയ ഉപകാരം വേണം. മൈക്ക് ഓൺ ആക്കാത്തോട് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. ആ ഞങ്ങൾക്കും ഇത് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോന്ന് ഞങ്ങൾക്ക് ഇടയ്ക്ക് സംശയം തോന്നാറുണ്ട്. പിന്നെ ആരെങ്കിലൊക്കെ മെസ്സേജ് ചെയ്യുമ്പോ ഇപ്പൊ ചിലതൊക്കെ 1-2 കണ്ടില്ല എന്ന് വരാം. പിന്നെ ഫുള്ള് നമ്മൾ മെസ്സേജിലേക്ക് നോക്കുന്നില്ലല്ലോ. അപ്പൊ കാണുന്ന മെസ്സേജുകൾക്കൊക്കെയാണ് റിപ്ലൈ ചെയ്യുന്നത്. അതാണ് ഓരോന്നും കഴിയുമ്പോൾ ഞാൻ എടുത്ത് ചോദിക്കുന്നത്, ക്ലിയർ ആണോ, ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലാവാനുണ്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടി പറയണോ എന്നൊക്കെ വീണ്ടും ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഓക്കെ ആയാലാണ് നമുക്ക് അടുത്തതിലേക്ക് പോകേണ്ട ഇത് വരുള്ളൂ. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇവിടെ പവർ ഫെയിലിയർ കൊണ്ടൊക്കെ ഒരു ക്ലാസ് മിസ്സായല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ 2 ബാച്ചും 2 സെക്ഷനിലാണ് അപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ ഇത്തിരി ബാക്കിലേക്ക് അവർക്കിടെ. ഇനിയിപ്പോ ഒരു ക്ലാസ് കിട്ടിയാലേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുക. എന്തായാലും നിങ്ങളത് ഇതിപ്പോ എന്താ പറയാ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ നമ്മൾ ഓരോ പോയിന്റ് നിങ്ങൾ ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനിയിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതുമല്ലോ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ. അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന 1 വേർഡ്സുകളൊക്കെ ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചേക്കുന്നത്, അത് നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ കുറച്ചുകൂടി ഇതാവും. അപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞേക്കണേ, അല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിങ്ങളിപ്പോ ആംബുലൻസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ളത് ഉണ്ടോ, മാർക്കിംഗ് ഉണ്ടോ, ആ സിംബലുകൾ അവിടെ കൊടുത്തിട്ടുണ്ടോ,
എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നോക്കുക. ആ ചെക്ക് ബാറ്റൻബർഗ് മാർക്കിംഗ് ഉണ്ടോ, പിന്നെ രാത്രിയൊക്കെ പോകുമ്പോ ഇതുപോലെ തന്നെ നമ്മൾ വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ അത് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ ആംബുലൻസിൽ നിന്ന് റിവേഴ്സ് ഓർഡറിലാണോ എഴുതിയേക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള റൊട്ടേറ്റിംഗ് ബൾബുകൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഇതാണ് പാസീവ് വിഷ്വൽ വാർണിംഗും പറഞ്ഞു, അതിൽ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗും പറഞ്ഞു. പാസീവിൽ എന്താ, അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. ആക്റ്റീവിലാവുമ്പോൾ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഉപയോഗിക്കുന്നത്, അപ്പോഴാണ് ബൾബൊക്കെ ഇട്ട് പോകുള്ളൂ അല്ലെ. ഇനി ഇത് കൂടാതെ നമ്മുടെ സൈറന്റെ ഒക്കെ ഇനി നെക്സ്റ്റ് വരുന്നുണ്ട്. ഓഡിബിൾ വിഷ്വൽ ഓഡിബിൾ വാർണിംഗ് സിംബൽസുകൾ വരുന്നുണ്ട്, സൈറണുകളൊക്കെ. സൈറണിട്ട് പോകണേ കണ്ടിട്ടില്ലേ? സൈറൺ കേൾക്കുമ്പോഴേ നമ്മുടെ ആംബുലൻസ് ആണ്, അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഒക്കെ ഫയർ എഞ്ചിനൊക്കെ പോകുമ്പോൾ സൗണ്ടുകളൊക്കെ കേട്ടിട്ടില്ലേ? സൗണ്ട് ഇട്ട് പോണത് പെട്ടെന്ന് എത്ര ദൂരെ എന്ന് വേണമെങ്കിലും നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ളത് ഇനി അടുത്ത ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഓഡിയബിൾ വാർണിംഗ്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും ഇന്ന് നമ്മൾ പഠിപ്പിച്ചതില് ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാത്തുണ്ടോ, ഏതെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ എന്ന് നോക്കി. കാര്യം മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇനി നിങ്ങളൊന്ന് നോട്ട് കുറച്ചെടുത്തോളൂ, നമ്മൾ 1 പേജോ 2 പേജോ ജസ്റ്റ് എടുത്തോന്ന് അറിയില്ല. ഓക്കെ, ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ട്രോമ ലൈറ്റിങ് അത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആംബുലൻസിന്റെ ഉള്ളില് രാത്രിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബ്ലൂ കളറൊക്കെ ലൈറ്റ്. എല്ലാ പേഷ്യൻസിനും ഇല്ല, ചില പേഷ്യൻസിന് അങ്ങനെ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് സാധാരണ നോർമൽ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റാത്ത കേസുകളിൽ മാത്രമേ അവര് ട്രോമ ലൈറ്റ് ഉപയോഗിക്കുള്ളൂ. പിന്നെ എയർ കണ്ടീഷൻ, AC, ചിലർക്ക് ഇങ്ങനെ AC തന്നെ അതേ ഇത് തന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ആ ട്രാവലിംഗ് സമയത്തും. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം നമ്മളെ AC എയർ കണ്ടീഷനിങ് ആംബുലൻസ് ചൂസ് ചെയ്യണം. നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആംബുലൻസ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പല ടൈപ്പ് ആംബുലൻസുകളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ എന്താ ഡേറ്റ റെക്കോർഡ്സിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ വളരെ സീറ്റ് ബെൽറ്റ് ഒക്കെ ആംബുലൻസിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ്. സൈറൺ ലൈറ്റ് ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണം. സൈറൺ അതൊക്കെ ഇല്ലാതെ നമുക്ക് വേഗം എമർജൻസി പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സൈറൻസ് ലൈറ്റ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ഒരു കംപ്ലീറ്റ് റെക്കോർഡ് ഈ ക്രൂസിന്റെ കയ്യിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാ സിംബലുകളാ പറഞ്ഞത്. അതിന് ഫസ്റ്റ് സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുന്ന സിംബലുകളാണ്, ഓരോ രാജ്യത്ത് ഉപയോഗിക്കുന്ന സിംബലുകൾ. പിന്നെ നമ്മൾ ഇതേതാ ബാറ്റൻബർഗ് മാർക്കിംഗ് പറഞ്ഞു, പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഇപ്പോഴത്തെ ആംബുലൻസുകൾ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ആണ്, അത് ലൈറ്റ് അടിക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ പറഞ്ഞത് ആംബുലൻസിന് റിവേഴ്സ് ഓർഡറിൽ എഴുതിയേക്കുന്നത്, അത് ഫ്രണ്ടിലുള്ള ഡ്രൈവറിന് മിററിൽ കൂടെ നോക്കുമ്പോൾ ആംബുലൻസിന് ക്ലിയർ ആയിട്ട് വായിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് പറഞ്ഞത്, അതിൽ വരുന്നതാണ് ലൈറ്റുകളൊക്കെ. പല ടൈപ്പ് ലൈറ്റുകൾ ഉണ്ട്. പിന്നെ 360 ഡിഗ്രി കവറേജ് കിട്ടുന്ന ലൈറ്റുകൾ, അതെല്ലാ സൈഡിലും ആംബുലൻസിന്റെ എല്ലാ സൈഡിലും 4 വശത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കോമൺ കളേഴ്സ് ആംബുലൻസ് വാർണിംഗ് ബീക്കൺസിൽ ഉപയോഗിക്കുന്ന കോമൺ കളർ ഏതൊക്കെയാന്ന് പറഞ്ഞു, അതൊന്ന് നോക്കണം കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്തിടുകയും വേണം. കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ് ബീക്കൺസ് ഏതൊക്കെയായിരുന്നു? ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ആംബർ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ആംബർ എന്ന് പറഞ്ഞ ഏതാ? ബ്രൗണിഷ് യെല്ലോ കളർ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഇതൊന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. മാഡം രാവിലത്തെ ബാച്ചിൽ ഒരു അഭിജിത്തിനെ അറിയാവോ മാഡം? രാവിലത്തെ ബാച്ചില് ഒരു അഭിജിത്തിനെ അറിയാവോ? അതിൽ നമ്മൾ അധികം പേരെ ഒന്നും പിടിക്കുന്നില്ലല്ലോ ഇപ്പൊ. പിന്നെ ക്ലാസ് കഴിയുമ്പോ 1-2 പേരെ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിപ്പിക്കണമെന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാനും ടൈം കിട്ടിയില്ല. അത്ര ഞങ്ങളുടെ ആ ഭാഗം അത്രയും ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ബിനോയുടെ ഫ്രണ്ട് ആണോ? ഓ മാഡം. ഓ അതെ, ഓക്കെ, ഞാൻ നോക്കാട്ടോ. ഫസ്റ്റ് ബാച്ചിലല്ല, ഫസ്റ്റ് ബാച്ചിലാണ് രാവിലത്തെ ബാച്ചിൽ അല്ലേ? ഓ, പുന്നമോട് വിഷ്വലിൽ പഠിക്കുന്ന അഭിജിത്ത് ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ബൈ. ഓക്കെ, ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, ബൈ.